ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബലരാമൻ എന്തായാലും സാഗറിൻ്റെ വീട്ടിലെത്താണ്. അങ്ങനെ സുജയെ രക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും സാഗർ വന്നതിന് ശേഷം അതെല്ലാം തന്നെ തിരക്കുന്നുണ്ട്. എന്താണ് സുജയ്ക്ക് പറ്റിയത്, നിങ്ങൾ ആരാണെന്ന രീതിയിലൊക്കെ ബലരാമനോട് ചോദിക്കുമ്പോൾ സുജ പറയുന്നുണ്ട്, ഈ കുട്ടിയാണ് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോഴത്തേനും സാറിന് എന്നെ മനസ്സിലാവും, നിങ്ങൾ എന്നെ ഓർത്തിട്ടാണ് പേടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് സാഗർ പറയുമ്പോൾ എൻ്റെ പേര് ബലരാമൻ എന്നാണെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇവർക്ക് ടെൻഷൻ കണ്ടില്ലേ, നിങ്ങൾക്ക് ടെൻഷനായത്. ഞാൻ വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ രണ്ടാളും എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാറ്റാൻ വന്നതാണ്. പക്ഷേ ആ സമയത്ത് അമ്മ ഇവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ രക്ഷിച്ചതെന്ന് പറയുന്നു. നിങ്ങളെപ്പോലത്തെ വലിയൊരു ഗ്രൂപ്പിനോട് മത്സരിക്കാനൊന്നും ഇപ്പോൾ മുളച്ചിട്ടുള്ള ഈ BR ഗ്രൂപ്പ് ഡിസൈൻസിന് സാധിക്കില്ല എന്നും ബലരാമൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാഗർ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ പേടിച്ചതുപോലെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പേടിച്ചതുപോലെ ഒരു കാര്യങ്ങളുമില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളാം. അങ്ങനെ ഏതോ ഒരു ഡിസൈൻ ക്ലിക്കായതുകൊണ്ട് ഡൽഹി പ്രോജക്റ്റ് ഞങ്ങൾക്കും കിട്ടി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ബലരാമൻ അവരോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സാഗറിന് ഭയങ്കര ആശ്വാസമായി. ഇത്രയും കാലം താൻ പേടിച്ച് നിന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, രക്ഷപ്പെട്ടു എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേനും എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നു. എൻ്റെ മോൻ്റെ പ്രായമേ ഇല്ലേ ഉള്ളൂ, മോൻ നന്നായിട്ട് വളരട്ടെ, മോൻ്റെ കമ്പനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, ഹെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മത്സരങ്ങൾ നല്ലതാണ് എപ്പോഴും മോനെ എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബലരാമൻ അവിടെ തിരിച്ചു വരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും കൺമണിയാണ് കാണിക്കുന്നത്. കൺമണിയാണെങ്കിൽ കൃഷിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, സാറ് എന്നോട് കൂടുതൽ അടുക്കുകയാണോ എന്നൊക്കെ രീതിയിലൊക്കെ കൺമണി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് മനോജ് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ കൺമണി ഫോൺ എടുത്ത് എന്താ ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. മോൾ എത്രയും പെട്ടെന്ന് തന്നെ അലിഗയിൽ നിന്ന് തിരിച്ചു പോരണം, BR ഡിസൈനിലേക്ക് ജോയിൻ ചെയ്യണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഏട്ടാ ഇതൊന്നും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കാരണം എനിക്ക് പെട്ടെന്നൊന്നും അലിഗയിൽ നിന്ന് പോരാനായിട്ട് പറ്റില്ല, ചേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ കൺമണി പറയാം കേട്ടോ. അതെന്താ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്, മോൾക്ക് എന്താ ഇങ്ങനെയൊക്കെ പ്രശ്നം, നിനക്ക് കമ്പനിയുടെ പ്രശ്നങ്ങളൊന്നുമല്ല, മോൾക്ക് എന്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്നുമില്ല ഏട്ടാ, നീ ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. ബലരാമൻ സാർ നാട്ടിലെത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ആവട്ടെ ഏട്ടാ, ഏട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്കൊരു പ്രശ്നമില്ല. എന്തായാലും ഏട്ടനും ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ കൺമണി മാനേജരോട് പറയുന്നുണ്ട്. ഏട്ടനൊന്നും വിചാരിക്കേണ്ട, ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം കൺമണിയുടെ അടുത്തേക്ക് വിദ്യ വരിക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എന്താ മേഡം എന്ന് ചോദിക്കുകയാണ്. കൺമണി ഇപ്പോൾ ആകെ മാറിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഡിസൈനർ കൺമണി ആയപ്പോൾ ഇപ്പോൾ ആളാകെ മാറിയല്ലോ എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല മേഡം, എനിക്ക് കൂടുതൽ ആശ്വാസമായിട്ടുണ്ട്. മാനസ് ഇവിടുന്ന് പോയപ്പോൾ, മനസ്സ് ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. കാരണം അവൾ എന്നെ ഭരിക്കാനായിട്ട് വരുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അവൾ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് കെട്ടി ഇനി അവൾ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മേഡം മാനസ മേഡത്തോട് ഇങ്ങനെ പറയുന്നത്, ഓ കൺമണി പിന്നെ അവരുടെ സ്വന്തം ആളാണല്ലോ, അപ്പോൾ പിന്നെ കൺമണിക്ക് നല്ലപോലെ കൊള്ളുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമല്ല മേഡം, ഓ മാനസ നിനക്ക് ഇത്രയും പ്രിയപ്പെട്ടവളായത് എപ്പോഴാണ് കൺമണി, എന്നാൽ നിന്നെ അവൾക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുവിടല്ലോ, ഇപ്പോഴൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല മേഡം എന്ന് പറയുന്നു. എന്തായാലും ഞാൻ പറഞ്ഞത് കൺമണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ വീണ്ടും ബലരാമൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. ബലരാമൻ്റെ അമ്മയാണെങ്കിൽ ബലരാമൻ വരുന്ന സമയത്തിന് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ബലരാമൻ, എന്താ അമ്മ ആരതിയൊക്കെ ഒഴിയുന്നതായി ചോദിക്കുന്നുണ്ട്. യുദ്ധം ജയിച്ച് വരുന്ന മക്കളെ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് അമ്മമാരെന്ന രീതിയിലൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ ബലരാമൻ അമ്മയോട് പറയുന്നുണ്ട്,
ഞാൻ ചെന്ന് കയറിയപ്പോൾ നല്ല രീതിയിലുള്ള ട്വിസ്റ്റാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം സാഗറിൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും വയ്യാണ്ട് കിടക്കായിരുന്നു. അവരെ രക്ഷിച്ചു. അവരുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം എനിക്ക് കിട്ടി. ഇനി ആ ഒരു സ്ഥാനം വെച്ചിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാൻ അവരുടെ കഴുത്തറുക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിശേഷങ്ങളെല്ലാം തന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാം മോനെ. അച്ഛനാണെങ്കിലോ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ബലരാമൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഭാര്യ, അതായത് അമ്മ പറയുന്നുണ്ട്, മോനിവിടെ നല്ലൊരു കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സാഗറിൻ്റെ വീട്ടിൽ പോയിട്ട് നല്ല രീതിക്ക് തന്നെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് വരികയാണ് നമ്മുടെ മോൻ. എന്തായാലും നമുക്കിനി നല്ല സമയമാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇനി നടക്കാനായിട്ട് പോകുന്നു. പ്രതികാരമൊക്കെ വീട്ടാൻ പറ്റിയൊരു സമയമാണ് ഇനി മുന്നോട്ട് വരുന്നത് എന്ന രീതിയിലൊക്കെ അമ്മ പറയുകയാണ് ചെയ്യുന്നത്. ബലരാമൻ പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ്റെ ആ പക ഞാനായിട്ട് വീട്ടും, കാരണം അവർക്കൊരു തിരിച്ചടി ഞാൻ കൊടുക്കുമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇനി അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് പ്രതികാരം ചെയ്യാനായിട്ട് പോകുന്നത്. അവർ നമ്മളൊന്നുമില്ലാത്ത രീതിയിലാക്കിയില്ലേ, ഇനി അവർക്ക് കഷ്ടകാലം മാത്രമാണെന്ന രീതിയിലൊക്കെ ബലരാമൻ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.